ഈ ഇടയ കുഞ്ഞുങ്ങളോട് പറഞ്ഞതും കൂടുതൽ പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തങ്ങൾ ചെയ്യുക, ദൈവത്തോട് അടുത്ത് നിൽക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എത്ര നാൾ ഞങ്ങളെ നീ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? യഹൂദന്മാർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാളിങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. ഇത് ഈ വചനം നമ്മൾ വേറൊരു രീതിയിലൊന്ന് ധ്യാനിച്ച് നോക്കിക്കുക. നമ്മളിപ്പോഴും സംശയിച്ച് നിൽക്കുക, ഈശോ തന്നെയാണോ രക്ഷകൻ? ഈശോ നമ്മുടെ പാപങ്ങളൊക്കെ മോചിപ്പിച്ചോ? ഈശോയിലൂടെ രക്ഷയുണ്ടോ? കുമ്പസാരത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടയാൾക്ക് കുമ്പസാരിച്ചിട്ടൊന്നും കാര്യമില്ല, പാപങ്ങളെല്ലാം ആവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നയാൾ യഥാർത്ഥത്തിൽ സംശയിച്ച് നിൽക്കുകയാണ്. ഈശോ തന്നെയാണോ എൻ്റെ രക്ഷകൻ? ഈശോ വഴിയാണോ എൻ്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത്? അതങ്ങനെ സംശയിച്ച് നിൽക്കുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കാം, മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ലക്ഷ്യമെല്ലാം ഈശോയിലേക്ക് വരിക, ഈശോയാണ് ഏകരക്ഷകൻ, മക്കളെ ഈശോയിലേക്ക് വരിക എന്ന് തന്നെയാണ് മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം. അതാണ്. മറിയം ഒരു അടയാളമായി നിൽക്കുകയാണ്. മറിയം നമ്മളോട് കാണിച്ചുന്നത് ഇത് തന്നെയാണ്, കൂടെ നിൽക്കുക, കൂടെ നിൽക്കുക, സംശയിക്കാതെ കൂടെ നിൽക്കുക. കൂടെ നിന്ന മറിയത്തിന് ലഭിച്ച കൃപ നിലനിർത്തി. നമ്മൾ കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴും നമ്മിലുള്ള കൃപയെ നമ്മൾ നിലനിർത്തുകയാണ്, കൃപയെ നഷ്ടപ്പെടുത്താതെ നമ്മൾ നിലനിർത്തുകയാണ്. ഇനി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയെ ആരാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഈശോയെ ഭൂമിയിലേക്ക് അയച്ചത്, ഈശോ നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്, അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ടിയാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഈ പദ്ധതിയെ ആരാധിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവമയച്ച പുത്രൻ്റെ മരണത്തെ ആരാധിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. ഇത് തന്നെയാണ് മറിയം ചെയ്തത്. മറിയത്തിന് ഇത്രയധികം സഭയിൽ മറിയം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളായി നിലനിൽക്കുന്നതിൻ്റെ കാരണം മറിയം ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാണ്. പ്രിയ ദൈവ പൈതലേ, നമ്മളിപ്പോഴും കുമ്പസാരവും കുർബാന സ്വീകരണവും ഞായറാഴ്ച ആചരണവും അത് സംശയത്തോടെ പലപ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ച പള്ളി പോകലേ, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്നും കുർബാന സ്വീകരിക്കലേ, കൂടെ കൂടെ കുമ്പസാരിക്കില്ലേ? നമുക്ക് സംശയമുള്ളതുപോലെയാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ ഒന്നാം വായനയിലും അങ്ങനെ ആദ്യമായിട്ട് അന്ത്യോക്യയിൽ വെച്ചിട്ട് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് കൊടുത്തു. സംശയിക്കാതെ ക്രിസ്തുവിനെ പിന്തുടർന്നവരാണവർ. സംശയമില്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. അവിടെ ഒരു സംശയത്തിൻ്റെ കാര്യമില്ല. നമുക്ക് തന്നെ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്ക്, യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെയാണോ? ഇപ്പം മറിയം ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഉറപ്പിന്മേലാണ് ദൈവം അനുഗ്രഹം ഉണ്ടായത്. ഇത് വരാൻ, ഈ അനുഗ്രഹം വരാൻ കുറെ നാളെടുത്തു. അതുകൊണ്ടാണല്ലോ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-4 വാക്യം കാലസമ്പൂർണതയിലാണ്. മറിയം ഒരുക്കപ്പെടുന്നത് വരെ രക്ഷാവാഗ്ദാനം അത് നിറവേറപ്പെട്ടില്ല. മറിയത്തിൻ്റെ ആ സമ്മതം മൂടലിലൂടെയാണ് ആ രക്ഷ ഉറപ്പായത്. നമ്മളും ഇനി ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം, ദൈവത്തെ നമ്മൾ ആരാധിക്കണം. അതുവഴിയാണ് പല അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാവോ, കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. കുർബാന ലാറ്റിൻ ആരാധനക്രമത്തിൽ ഇതാ ക്രിസ്തുവിൻ്റെ തിരുശരീരം എന്ന് പറഞ്ഞ പുരോഹിതൻ നിങ്ങളുടെ മുന്നിലേക്ക് നീട്ടുമ്പോൾ ഒരു വിശ്വാസി അത് സ്വീകരിക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത്. ലാറ്റിൻ ക്രമത്തിൽ അത് നിർബന്ധമാണ്. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. പ്രിയ ദൈവ പൈതലേ, നീ കുർബാന സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ നീ ആരാധിക്കുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച അപ്പത്തിൽ ജീവിക്കുന്നുവെന്ന് നീ ഏറ്റുപറയുകയാണ്. ഇതിൽ പരം വേറെ അവസരമുണ്ടോ? ഇനി കുമ്പസാരിക്കുമ്പോൾ നമുക്ക് പാപമോചനം എങ്ങനെയാ കിട്ടുന്നത്? ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടല്ലേ. നമുക്ക് പാപമോചനത്തിലൂടെ ദൈവവരപ്രസാദം തരുന്നതിന് വേണ്ടി ദൈവപിതാവ് ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തു. ഈശോ മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രസാദവരം കിട്ടില്ല. എന്താണ് പ്രസാദവരം? പലർക്കും അറിയില്ല. പ്രസാദവരം എന്താ? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹായുടെ സുകൃത ഫലങ്ങളുടെ യോഗ്യതയാൽ, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രകൃതിക്കതീതമായ നന്മയാണ് ദൈവവരപ്രസാദം. അത് നമുക്ക് വേണ്ടേ? അത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കുമ്പസാരിക്കുന്നത്.
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ എത്രയോ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് മറിയം ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ലേ, കർത്താവിനെ കൂട്ടുപിടിച്ച് പോകേണ്ടവരല്ലേ. അപ്പോൾ കുമ്പസാരിക്കാതെ ഇരുന്നാൽ നമ്മൾ ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുന്നില്ല. കാരണം ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. ഈശോ കുരിശിൽ മരിച്ച് അങ്ങനെ എവിടെയോ നിൽക്കുന്നൊരു സംഭവമായിട്ട് അവശേഷിപ്പിക്കരുത്. അത് നമ്മുടെ വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റണം. നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്, ഒരു പ്ലേറ്റിൽ കുറേ ലഡു ഇവിടെ വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ പോയി എടുത്താലാണ് നമ്മുടെ സ്വന്തമാകുന്നത്. അല്ലെങ്കിൽ അത് എവിടെയോ ഇരിക്കുന്നൊരു കാര്യമാണ് അല്ലേ. ഒരു പ്ലേറ്റിലെ കുറച്ച് മധുരപലഹാരങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ പോയി എടുക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തമാകുന്നത്. അല്ലെങ്കിൽ അത് എവിടെയോ ഇരിക്കുന്നൊരു കാര്യം മാത്രമാണ്. അതുപോലെ ഈശോയുടെ കുരിശു മരണം നമ്മുടെ സ്വന്തമാക്കണം പ്രിയ ദൈവമക്കളെ. അത് സ്വന്തമാകുന്നത് കുമ്പസാരിക്കുന്നതിലൂടെയാണ്. കുമ്പസാരിക്കുമ്പോഴാണ് നമുക്കത് ഈശോയുടെ പാപമോചനം നമ്മുടെ വ്യക്തിപരമായ അനുഭവമായി മാറുന്നത്. അല്ലെങ്കിൽ ഈശോ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നൊരു കാര്യം എവിടെയോ വിദൂരത്തിൽ ഇരിക്കുന്നൊരു കാര്യം പോലെയാണ് നമുക്ക്. അത് നമ്മുടെ സ്വന്തമാകണമെങ്കിൽ നമ്മൾ ഈശോയുടെ മരണത്തെ ആരാധിക്കണം. അതിന് എളുപ്പ വഴികളാണ് കുമ്പസാരം, കുർബാന സ്വീകരണം, ഞായറാഴ്ച ആചരണം. മറിയം പറയുന്നതും ഇത് തന്നെയാണ്. നമ്മൾ കർത്താവിനോട് ചേർന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ, വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, എപ്പോഴും കരിസ്മാറ്റിക് ധ്യാനങ്ങളോ ശുശ്രൂഷകളോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ദിവസേന 11, ചൊവ്വാഴ്ച വെള്ളിയാഴ്ചകളിലൊക്കെ 12 കുർബാനകൾ. എല്ലാ കുർബാനകളിലും അച്ഛന്മാർ വചനപ്രഘോഷണം നടത്തുന്നു. പിന്നെ കുമ്പസാരം, ഇവിടെ ആളുകൾ നടത്തുന്ന പരിഹാര പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കുർബാന, കുമ്പസാരം, വചനപ്രഘോഷണം, പരിഹാര പ്രവർത്തികൾ. ഇത് തന്നെയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഹൈലൈറ്റ്. മറിയം ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതും ഇത് തന്നെയാണ്. കുർബാനയോട്, കുമ്പസാരത്തോട്, വചനത്തോട്, പരിഹാര അരൂപികളോട്, ഈശോ സഹിച്ചതുപോലെ ഈശോയുടെ സഹനത്തോട് കുറച്ചുകൂടി അങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ടുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറിയം നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി നല്ല തീരുമാനങ്ങൾ എടുക്കാം. മറിയത്തെ കൂട്ടുപിടിക്കാം. മറിയത്തിൻ്റെ തീക്ഷ്ണത നമുക്ക് ലഭിക്കാൻ ഈശോയെ കൂടെ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയെ ആരാധിച്ച മറിയത്തിൻ്റെ തീക്ഷ്ണത. ഈശോയെ ആരാധിക്കുന്ന സമൂഹത്തിലാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ ഭംഗിയായിട്ട് ആചരിക്കാം. മറിയത്തെ കൂട്ടുപിടിക്കുക. ഈ തീർത്ഥാടനത്തോടുകൂടി തീരരുത്. ഒരു മരിയഭക്തി ഇവിടത്തോടുകൂടി തീരരുത്. ദിവ്യകാരുണ്യ ഭക്തി ഇവിടത്തോടുകൂടി തീരരുത്. കുമ്പസാരത്തോടും കുർബാനയോടുമുള്ള നമ്മുടെ ആ ഇഷ്ടം ഇവിടത്തോടുകൂടി തീരരുത്. അത് തുടരട്ടെ. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന. ഈ മറിയത്തെ കൂട്ടുപിടുത്തം അത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ. ജൂൺ 8 പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് ഒരുങ്ങുന്ന നമുക്ക് കുറെ കൂടി നല്ല ശക്തിയോടുകൂടെ, ധൈര്യത്തോടുകൂടെ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ആളാണെന്ന് പറയത്തക്ക വിധത്തിൽ മുന്നോട്ട് പോകുവാൻ കുറെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് ലഭിക്കട്ടെ. ആമേൻ. ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃദയവും
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമ. ഹോസാന 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന്
ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള
ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ
ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.